ഒരു 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 കമ്പനിയിലെ പ്രോഡക്റ്റ് ചോദിച്ചാൽ പോലും ആരും ട്രേഡ് സീക്രട്ട് പറഞ്ഞു ഇതെന്ത് എനിക്ക് വയ്യ. താങ്ക് യു നസീർ, ഇതെന്താണെന്നറിയാമോ? യു ആർ ഗ്രേറ്റ്. 28 കൊല്ലമാണ്. 29 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മേഖലയിൽ ദൈവം തരുന്ന അതിൻ്റെ ബോണസും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് ഇപ്പം ഞാൻ. അപ്പോൾ ഞാൻ വീട്ടിൽ പിള്ളേർ പറയും ഇനിയിപ്പോൾ കിട്ടുന്നതൊക്കെ ദൈവം ബോണസും കഴിഞ്ഞിട്ട് ഇവനെ സഹിക്കാൻ വയ്യാണ്ട് തന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മളത് മേടിച്ചോളുക, അല്ലാണ്ട് വിട്ടുപോകേണ്ടത് ഞാൻ പറഞ്ഞു തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ പോലും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാരെങ്കിലും ചെയ്താൽ ഇനി പുതിയ പിള്ളേർ വരും. ചിലരെന്നോട് പറയും ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പുതിയ പിള്ളേർ വരുന്നുണ്ട് കേട്ടോ, സൂക്ഷിച്ചോ. ഞാൻ മനസ്സുകൊണ്ട് ചിരിക്കും, എന്തിനാണ് പേടിക്കണേ? ഇതേപോലെ ഒരു കാലഘട്ടത്തിൽ വന്ന ആളല്ല ഞാൻ. എത്രയോ പേര് നിൽക്കുമ്പോൾ, അയ്യോ അബീക്കെ പോലെയൊക്കെ ലെജൻസ് നിൽക്കുന്ന സമയത്ത് വന്ന ആളാണ് ഞാൻ. അന്ന് ഞാൻ വരുമ്പോൾ അവരെന്നെ അവരുടെ മാറോട് ചേർത്ത്, കൈ ചേർത്തല്ല മാറോട് എന്നെ ചേർത്ത് പിടിച്ച ആൾക്കാരാണ് അവരെല്ലാം. ഈ നാദൃഷിക്ക അല്ലെങ്കിൽ അബീക്ക എന്ന് പറയുന്ന ഷിയാസുക്ക ഒക്കെ അവരെന്നെ അങ്ങ് നെഞ്ചോട് ചേർത്ത് പിടിച്ച ആൾക്കാരാണ് അവരത്. അവിടുന്നാണ് ഞാൻ ഈ വളർന്നിവിടം വരെ എത്തിയത്. നമുക്ക് കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾ നമുക്കെല്ലാം ദൈവം തന്നു, നമ്മൾ ആഗ്രഹിച്ച പോലൊക്കെ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുതിയ പിള്ളേർ വരുമ്പോൾ പിന്നെ അവരുടെ അടുത്ത് ഞാൻ കുശുമ്പ് കാണിക്കുന്നതിനാ പോണേ. ഞാൻ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ നോക്കുന്നതാണ് ഞാൻ. പറയുന്നവരുടെ പ്രശ്നം മനസ്സിലായി. ഇതിപ്പോൾ നാളെ ഇനിയിപ്പോൾ മിമിക്രി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയും, ഞാൻ സങ്കടപ്പെടുന്ന ഒരാളല്ല. അടുത്ത മാർഗം നോക്കിപ്പോയി ഞാൻ അപ്പം തന്നെ. ഒരു ജനറേഷനിൽ വന്നത് മുഴുവനും ജയറാമേട്ടനും അബീക്കയും ചെയ്തത് കേട്ടിട്ടാണ് ഞാനടക്കമുള്ളവർ വന്നത്. പിന്നെ ഒരു തലമുറ ചെയ്തത് ഞാൻ ചെയ്യുന്നതും അല്ലെങ്കിൽ സ്വരാജോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴുള്ള ആരെങ്കിലും അവരുടെയാണ് കളിച്ചിട്ട്. ഇനി കുറേ കാലം കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് അടുത്ത തലമുറ ചെയ്യും. ഇതൊരു നാച്ചുറലായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ തന്നെ ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ പതുക്കെ ഇത് മാറി നിന്ന് അടുത്ത മേഖലയിലേക്ക് പോകണം. അതാണ് നമ്മൾ സിനിമ ഇനി അടുത്തത് എഴുത്ത്, ഡയറക്ഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് തിരിയണം. ഇപ്പോൾ പിഷാരടി തിരിഞ്ഞതും പലരും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരർത്ഥം അതാണ്. കാര്യം എല്ലാത്തിനും ടൈമുണ്ട്, അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം.